يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك يا رب صل على النبي محمد منجي الخلائق من جهنم في غدي الحمد لله. പരിശുദ്ധമായ ഖസീദത്തുൻ നുഅ്മാനിയ കഴിഞ്ഞ ദിവസം അത് ആരാണ് രചിച്ചത്, അത് രചിക്കാൻ ഉണ്ടായ ആ സന്ദർഭവും ഒക്കെ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ അതിൻ്റെ ആദ്യത്തെ വരിയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പറയാനും പഠിക്കാനും കേൾക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രചിച്ച ഖസീദ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായും ഒരു മൗലിദ് ഓതിയതിൻ്റെ ഒരു പുണ്യം തീർച്ചയായും നമുക്ക് ലഭിക്കും. ആ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതിന്റെ പുണ്യം നമുക്ക് ലഭിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കേൾക്കാനും പറയാനും ആ പേരുകൾ കേൾക്കുമ്പോൾ സ്വലാത്തുകൾ ചൊല്ലാനും ഒക്കെ നമുക്ക് കഴിയും. ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും അനുഗ്രഹീതമാണ് നമ്മുടെ ഈ മഹത്തായ ഖസീദത്തുൻ നുഅ്മാനിയയുടെ ഈ പഠനവേദി. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിവിൻ്റെ പരമാവധി ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ആ മഹത്തായ കവിതയുടെ ഉള്ളിൽ തന്നെ നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം അതിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ, വായിച്ചു പോകുമ്പോൾ പലപ്പോഴും ഒരു വരിയിൽ നിന്ന് മറ്റ് പലതിലേക്കും നമുക്കിങ്ങനെ പോകേണ്ടി വരുന്നു. അത് വിശദീകരണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പോയാൽ നമുക്ക് ഈ ഒരു മാസം ഇതിൻ്റെ അർത്ഥം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം കഴിവിൻ്റെ പരമാവധി ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ആ മഹത്തായ വാചകത്തിൻ്റെ അല്ലെങ്കിൽ ആ കവിതകളുടെ പദാനുപദ അർത്ഥങ്ങൾ മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കി കണ്ണോടിച്ചു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാത്ത ഒരു പ്രതീക്ഷയോടെ, വല്ലാത്ത ഒരു ആഗ്രഹത്തോടു കൂടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ വകയായി അവിടെ നിന്ന് സമർപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് ദുആ ചെയ്യണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രചിച്ചു പരിശുദ്ധമായ ഈ കാവ്യം. എന്താണ് അതിൻ്റെ ആദ്യത്തെ വരി? നമ്മൾ തുടക്കത്തിൽ ഓതിയതുപോലെ കൂടുതൽ കൂടുതൽ പറയുമ്പോൾ നമ്മുടെ കൽബിലേക്ക് അത് കയറുമല്ലോ. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി അത് ആവർത്തിക്കുകയാണ്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക. ഓരോ വരികളും അതിൻ്റെ ആ അർത്ഥങ്ങൾ ചിന്തിച്ച് ചൊല്ലുമ്പോൾ ഇത് കേവലം
ഒരു പാട്ട് അല്ലല്ലോ. ഇന്നിപ്പോ ആധുനിക ബുറുദ സംഘമുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല, നമ്മുടെ ഈ പഠനവേദിയിൽ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും പറഞ്ഞു പോയി ആധുനിക ബുറുദ സംഘം എന്ന് പറഞ്ഞു പോയി. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ സിനിമയിലുള്ള ഗാനത്തിന്റെ ശൈലിയിൽ പോലും ബുറുദ പാടുന്ന ആളുകൾ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ബുറുദ എന്നത് കേവലം ഒരു പാട്ടായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്കിന്ന് കാണാൻ കഴിയും. മഹത്തായ ബുറുദ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ചൊല്ലിയപ്പോൾ അവിടുത്തെ തളർവാദം എന്ന രോഗം അവിടുന്ന് മാറിക്കിട്ടി. അവിടുന്ന് ഖസീദത്തുൽ ബുറുദയുടെ വരികൾ എഴുതി വരുന്നപ്പോൾ അടുത്ത ഒരു വരി അതിനോട് കോർവ ഒപ്പിച്ച് അടുത്ത ഒരു വരി എഴുതാൻ അവിടുന്ന് കിട്ടുന്നില്ല. കിട്ടാതെ വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ബുസൂരി തങ്ങൾ, ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വരി അവിടെ എഡിറ്റ് ചെയ്ത് ആ വരി നിങ്ങൾ പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടിയിൽ അതിൽ ചരിത്രത്തിൽ കാണാം, പല വരികളിലും പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടിയിൽ നടന്നിട്ടുണ്ട്. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് നമ്മളൊരു ബൈത്ത് ചൊല്ലുമ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കൊപ്പിച്ചാണല്ലോ ചില കവിതകൾ, ഓരോ സാഹചര്യങ്ങൾ അതിങ്ങനെ പാട്ട് രൂപത്തിൽ പാടിയാൽ ആ കവിത ഒക്കുകയില്ല. കവിതയ്ക്ക് കവിതയുടേതായ ശൈലിയുണ്ട്. കാവ്യം, കവിത ഇതെല്ലാം അതിൻ്റെതായ ഒരു ശൈലികളുണ്ട്. പാട്ട് അത് പാടുന്ന രൂപത്തിൽ പാടിയാലേ അത് പാട്ടാവുകയുള്ളൂ. ബുറുദ അതൊരു പാട്ട്, കേവലം ഒരു പാട്ട് അല്ല. ഇതേപോലെ ഖസീദത്തുൻ നുഅ്മാനിയ അത് ഒരു കവിതയാ, ഒരു കാവ്യമാണ്. ഇമാമുൽ ആലം തങ്ങൾ നേരിട്ട് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് പോലെ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ബൈത്ത് ചൊല്ലുകയാണ്. അപ്പൊ നമ്മളും അത് ഏറ്റു ചൊല്ലുമ്പോൾ ആ അർത്ഥങ്ങൾ ചിന്തിച്ച് ചൊല്ലുമ്പോൾ നമുക്കത് പാട്ടിന്റെ രൂപത്തിലേക്ക് പാടാൻ കഴിയൂല. പൊന്നാര മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് സിനിമാ പാട്ടിന്റെ ട്യൂണിലൊക്കെ നമുക്ക് പാടാൻ നമുക്ക് കഴിയും. ഇപ്പോ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് എത്ര അദബോടുകൂടിയാണ് നമ്മൾ ഒരു കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് പോലും റൗള ഷരീഫിലേക്ക് ചെല്ലുമ്പോൾ മക്കത്തൊക്കെ നമുക്ക് വലിയ സംസാരവും ബഹളവും ഒക്കെ കേൾക്കാമെങ്കിലും മദീനത്തേക്ക് ചെല്ലുമ്പോൾ അത് കേൾക്കാൻ കഴിയൂല. ഇപ്പോഴും മദീനത്തേക്ക് നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ വല്ലാത്ത അച്ചടക്കം ആളുകളിൽ നമുക്ക് കാണാം. കാരണം എന്താണ്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ആ ആദരവ്, ബഹുമാനം കീപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ ബൈത്ത് ചൊല്ലുമ്പോഴും മൗലിദ്, മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ അതിലെ ബൈത്ത് ചൊല്ലുമ്പോഴാണെങ്കിലും ബുറുദ പാടുമ്പോഴാണെങ്കിലും ഖസീദത്തുൻ നുഅ്മാനിയ പാടുമ്പോഴാണെങ്കിലും അഷ്റഖ ബൈത്ത് ചൊല്ലുമ്പോഴാണെങ്കിലും എല്ലാത്തിലും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ആ ഒരു പ്രസൻസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ, ആ ഒരു എളിമയും ആ ഒരു ആദരവും നമ്മുടെ ഖൽബിൽ വരണം. അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ ആടി പാടാനൊന്നും തോന്നൂല. നല്ല പൊന്നാര മുത്തുനബി തങ്ങൾ, ഇപ്പോൾ AP ഉസ്താദിന്റെ മുമ്പിലൊക്കെ ചില ബുറുദ പാടുന്ന നല്ല ഉസ്താദുമാരൊക്കെ ചെന്നിട്ട് ഉസ്താദിന്റെ മുമ്പിൽ എന്ത് ഭവ്യതയോടുകൂടിയാണ് ബുറുദ ചൊല്ലുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ വീഡിയോയിലൊക്കെ? മഹാനായ AP ഉസ്താദിന്റെ അടുത്ത് പോയി നിന്ന് ബുറുദ ചൊല്ലുന്നതൊക്കെ. അപ്പൊ ആ ചൊല്ലുമ്പോൾ ഒരു ഭവ്യത. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അത് പാടുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലാണ്
പൊന്നാര മുത്തുനബി തങ്ങളുടെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന ഒരു ശൈലിയിൽ വേണം ഏതൊരു മദ്ഹ് അല്ലെങ്കിൽ ഏതൊരു കവിതയും ഏതൊരു കാവ്യവും നമ്മൾ ആലപിക്കാൻ. അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ആ ഒരു എളിമ, വിനയം ആ കവിത ചൊല്ലുമ്പോൾ നമ്മളിൽ ഉണ്ടാകണം. ആ ഒരു ബഹുമാനം നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ഈ ബൈത്തിൽ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ഈ ബൈത്തിൽ ആദ്യം കൊണ്ടുവരുന്ന 2 വരികളാണ് നമ്മൾ ചൊല്ലിയത്. എന്താണ് ആ വരികൾ? യാ സയ്യിദ സാദാത്തി. എന്താണ്? യാ സയ്യിദ സാദാത്തി. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേരെ വാക്കിന്റെ അർത്ഥം നേതാവ് എന്നാണ്. സയ്യിദ സാദാത്തി എന്ന് പറയുമ്പോഴോ നേതാക്കന്മാരുടെ നേതാവായ തിരുനബിയെ. കണ്ടോ, പൊന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അവിടെ പറയുന്നില്ല. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പൊന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പോലും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? യാ സയ്യിദ സാദാത്തി, ഓ നേതാക്കന്മാരുടെ നേതാവായവരെ, ജിഅ്തുക, ഞാൻ തങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. ജിഅ്തുക, ഞാൻ തങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. ഖാസിദൻ, തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. അപ്പം ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ വന്നത് തങ്ങളെ ഉദ്ദേശിച്ച് വന്നതാ, അല്ലാതെ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതല്ല. ഞാൻ വന്നത് തങ്ങളെ ഉദ്ദേശിച്ചു വന്നതാണ്. റൗള ഷരീഫിലേക്ക് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വന്നത് തങ്ങളെ ലക്ഷ്യം വെച്ച്. ചില ആളുകൾ പറയാറുണ്ട് മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബർ സന്ദർശനം, സിയാറത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകൽ അത് ശിർക്കാണ് എന്ന് പറയുന്ന ചില വിവരദോഷികളായ ബിദ്അത്തിന്റെ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ശർറിനെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അത് ശിർക്കാണ് എങ്കിൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്ന് ഈ വിഭാഗം ആളുകൾക്ക് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ റൗള സിയാറത്ത് ഉദ്ദേശിച്ച് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് ചെല്ലാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറയുന്ന ആളുകൾ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടാകുമോ? കാരണം ഇമാമുൽ അഅ്ലം തങ്ങൾ തന്നെ പറയുകയാണ്, വിളിക്കുകയാണ്, യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദാ. നേതാക്കന്മാരുടെ നേതാവായ തിരുനബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിഅ്തുക ഖാസിദാ, ഞാൻ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു നബിയെ, തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു നബിയെ. എന്തൊരു ലാളിത്യമാണ്, എന്തൊരു ആദരവാണ്, എന്തൊരു ബഹുമാനമാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും. അതേ, നിങ്ങളുടെ ശബ്ദത്തെ പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഫൗഖ സൗത്തിൻ നബിയ്യി, പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. അത് വഫാത്താകുന്നതിന് മുമ്പെന്നോ അല്ലെങ്കിൽ വഫാത്തായതിന് മുമ്പ് മാത്രമേ പറ്റുള്ളൂ എന്നോ
അങ്ങനൊന്നും ഖുർആൻ പറയുന്നില്ല. ഖുർആൻ പറയുന്നു, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും വിളിച്ചിട്ട് പറയുകയാണ്, ലാ തർഫഉ അസ്വാതകും ഇൻദ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി. കണ്ടോ, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. ഫൗഖ സൗത്തിൻ നബിയ്യി, പൊന്നാരമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുണ്ടാക്കാൻ പാടില്ല, ബഹളം വയ്ക്കാൻ പാടില്ല, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ എന്ത് വ്യക്തമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വളരെ വിനയത്തോടെ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾ വന്നിട്ട് വിളിക്കുകയാണ്, യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ. തങ്ങളെ ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഞാൻ. തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഈ ഒരു വരി, 2 വരിയാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു വരിയിൽ ഒരുപാട് കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, തുടക്കം തന്നെ സയ്യിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് സയ്യിദ് എന്നാണ്. സയ്യിദ് എന്നാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ തിരുവനന്തപുരത്ത് ഒരറിയപ്പെട്ട വലിയ ഒരു ജമാഅത്തില് ഈ അടുത്ത സമയത്ത് അവിടെ ഖത്തീബായി ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ കഴിയുമ്പോൾ ഒരാൾ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറയും, ഉസ്താദെ 2 കാര്യങ്ങൾ നിങ്ങൾ തിരുത്തണം. ഞാൻ ചോദിച്ചു, എന്താണ് ആ തിരുത്തേണ്ട 2 കാര്യങ്ങൾ? എല്ലാ വെള്ളിയാഴ്ചയും വരും. ഞാനത് ആദ്യം പറഞ്ഞതൊന്നും ഞാൻ മൈൻഡ് ചെയ്യൂല, അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും വരുന്നത്. എന്താണ് 2 കാര്യം? ഒന്ന്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ, സയ്യിദിനാ എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് സയ്യിദിനാ എന്ന് പറയാൻ പാടില്ല. 2, മൗലാന എന്നും പറയാൻ പാടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാന, മൗലാനായും പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഒരിക്കൽ, എന്തേ അത് മൗലാന എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പേരാണ്. ഫൻസുർന വ അന്ത മൗലാന എന്ന്, അന്ത മൗലാന ഫൻസുർന അൽ ഖൗമിൽ കാഫിരീൻ ആമന റസൂൽ നമ്മൾ ഓതുമ്പോ അതിൻ്റെ അകത്ത് അന്ത മൗലാന, അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ നീ ഞങ്ങളുടെ മൗലയാണ്. ഓ, അതുകൊണ്ട് മൗലാന പറയാൻ പാടില്ല. എന്താ മൗലാന എന്ന് പറഞ്ഞാൽ? മൗലാന എന്ന് പറഞ്ഞാൽ നേതാവ്. മൗലാന എന്ന് പറഞ്ഞാൽ നേതാവ്. അപ്പൊ നേതാവ് എന്ന് പറയാൻ പാടില്ലേ? സയ്യിദ് എന്ന് പറയാൻ പാടില്ലേ? അപ്പൊ ഇത് ബിദ്അത്തിന്റെ ഒരു ആശയമാണ്, ബിദ്അത്തുകാരുടെ ഒരാവശ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും കൊച്ചാക്കി കാണുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കി കാണുക. അതുകൊണ്ടല്ലേ ബിദ്അത്തുകാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു സാധാരണ അറബി പയ്യൻ എന്ന് പറഞ്ഞില്ലേ? ആരാ പറഞ്ഞത്? ബിദ്അത്തിന്റെ വലിയ അപ്പോസ്തലന്മാരായ ആളുകൾ ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സാധാരണ കേവലം അറബി പയ്യൻ. അപ്പൊ അത് ഒരു കേവലമാക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണ്. സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കി കാണിക്കുകയാണ്. അത് എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും എല്ലാവരുടെയും ഒരു വിശ്വാസമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതാവെന്ന് പറയാൻ പാടില്ല, മുത്തുനബിയുടെ പേരിൽ മദ്ഹ് പാടാൻ പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല, പ്രശംസിക്കാൻ പാടില്ല, സ്വലാത്ത് ചൊല്ലാൻ പാടില്ല, സ്വലാത്തിൻ്റെ ഹൽക്കയുണ്ടാക്കാൻ പാടില്ല, നബിദിനം ആഘോഷിക്കാൻ പാടില്ല, നബിദിനത്തിൻ്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ ഇവിടുത്തെ സകല ജാതി ബിദ്അത്തുകാരും അടിച്ചിറക്കുന്ന ഒരു നയമാണ്. എല്ലാ റബീഉൽ അവ്വൽ, ഇപ്പൊ ഈ റബീഉൽ അവ്വലൊക്കെ വരുമ്പോ ഇങ്ങനെ ഇനി ധാരാളം കേൾക്കാം നമുക്ക് നബിദിനം വരുമ്പോ. അപ്പോ
അപ്പൊ സയ്യിദ് എന്ന പദം മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തന്നെ അവിടുന്ന് ഉപയോഗിക്കുകയാണ്. യാ സയ്യിദ സാദാതി, ഓ നേതാക്കന്മാരുടെ നേതാവായ തിരുനബിയേ, പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന സയ്യിദു വുൽദി ആദം വലാ ഫഖ്റ. അന സയ്യിദു വുൽദി ആദം വലാ ഫഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, ഞാൻ സയ്യിദു വുൽദി ആദം, ആദം മക്കളുടെ നേതാവാണ്. ഞാൻ ആരാണ്? ആദം മക്കളുടെ നേതാവാണ്. അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം മക്കളുടെ നേതാവാണ്. വലാ ഫഖ്റ, ഞാൻ ഡംബ് പറയുകയല്ല കേട്ടോ, ഞാൻ ഫഖ്ർ പറയുകയല്ല കേട്ടോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഞാൻ നേതാവാണ്, ഞാൻ സയ്യിദാണ്. അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞുകൂടെ സയ്യിദിന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അവിടെ സയ്യിദിന ചേർക്കുന്നതിൽ അമർഷമുള്ളവരാണ് ബിദ്അത്തിന്റെ ആളുകൾ. അതുകൊണ്ട് നമ്മൾ എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും എന്തു പറയണം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന ചേർത്ത് പറയണം. അത് അദബാണ്, അതൊരു മര്യാദയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അവിടെ നമ്മൾ പഠിക്കണം, വിശദീകരിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കഴിവിന്റെ പരമാവധി ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ആ കാവ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തിലും അതിൻ്റെ നമ്മൾ ഡിക്ഷണറിയിൽ തന്നെ ആ പദത്തിൻ്റെ അർത്ഥം നോക്കിയാൽ നമുക്ക് കാണാം. ഏത് ഘട്ടത്തിലും അഥവാ ക്ഷേമ ക്ഷാമ ഭേദമന്യേ ഏത് ഘട്ടത്തിലും അവലംബം പ്രാപിക്കാൻ പറ്റുന്ന നേതാവ്. എങ്ങനെയാണ്? ക്ഷേമ ക്ഷാമ ഭേദമന്യേ, ക്ഷേമമാകട്ടെ അല്ലെങ്കിൽ ക്ഷാമമാകട്ടെ, ഏത് ഘട്ടമാണെങ്കിലും നമുക്ക് അവലംബമാക്കാൻ പറ്റുന്ന നേതാവ്. ഇതാണ് സയ്യിദ് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികില് നമുക്ക് ക്ഷേമമാണെങ്കിലും ക്ഷാമമാണെങ്കിലും ഏത് ഘട്ടത്തിലും നമുക്ക് അവലംബമാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലേ? നമുക്ക് സംശയമില്ല, നമുക്കാർക്കും അതിന് സംശയമില്ല. സംശയം ഉള്ളത് മുഴുവനും ഈ സംശയത്തിന്റെ ആളുകളായ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് മാത്രമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസിൽ നോക്കിയപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചുരുക്കി പറയാനും പറ്റുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് കാലിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. തരിപ്പ്, നമ്മളൊക്കെ പറയില്ലേ തരിപ്പ്, അങ്ങനെ കാലിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു സഅദ് എന്ന് പറയുന്ന സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മരുന്ന്, ഒരു മെഡിസിൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖാല ലഹു റജുലുൻ ഉദ്കുർ അഹബ്ബുന്നാസി ഇലൈക. ഉദ്കുർ, നീ പറ, നീ വിളിക്ക് അല്ലെങ്കിൽ പറയ്, അഹബ്ബുന്നാസി ഇലൈക, ജനങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിന്റെ പേര് നിങ്ങൾ ഇങ്ങനെ പറ, അപ്പൊ നിങ്ങളുടെ വേദന മാറിക്കിട്ടും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തെല്ലും മടിക്കാതെ ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബുന്നാസി, ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉടൻ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്ത് ചെയ്തു? യാ മുഹമ്മദു, യാ മുഹമ്മദു എന്ന് പറഞ്ഞൊരു വിളിച്ചപ്പോൾ
മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തരിപ്പ്, കാലിന്റെ വേദന അവിടുന്ന് മാറിക്കിട്ടി. ഇമാമിങ്ങൾ സ്വഹീഹായ ഉദ്ധരണി, സ്വഹീഹായ ഹദീസിൽ അതേ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവലംബമാണ്. ഏത് ഘട്ടത്തിലും സന്തോഷഘട്ടമാകട്ടെ, അതല്ല ദുഃഖമാകട്ടെ, ഏത് വിഷമഘട്ടത്തിലും നമുക്ക് അവലംബമാണ്. നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന നല്ല ഒരു പിടിവള്ളിയാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സയ്യിദ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് പോലെയുള്ള ബിദ്അത്തിന്റെ സർവ്വ കക്ഷികളും ഇവരെന്തുകൊണ്ടാണത് പറയുന്നത്? അത് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ, മുത്തുനബി തങ്ങളുടെ പേര് പറഞ്ഞാൽ, സ്വലാത്ത് ചൊല്ലിയാൽ വിഷമങ്ങൾ മാറുകയില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും, അതുപോലെ അങ്ങനെ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സ്ഥാനം നമ്മൾ മനസ്സിൽ വെക്കുന്നതിനോടുള്ള അസൂയയും ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് തന്നെയാണ് ഇവിടെ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ വേദന അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു. എന്താ കാരണം? എന്തുകൊണ്ടാണ് മാറ്റിക്കൊടുത്തത്? അത് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിളിച്ചത് കൊണ്ടാണ്. ഇനി നോക്ക് നിങ്ങൾ, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹില് കൊണ്ടുവരുന്ന ഒരു സംഭവം കൂടി വേഗം പറയാം. അന്ന അഅമ അത്താ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു കണ്ണ് കാണാത്ത അന്ധനായ ഒരാള് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, ഓ പൊന്നാര മുത്തുനബിയേ, ഓ പൊന്നാര മുത്തുനബിയെ, ഉദ്ഉല്ലാഹ അൻ യക്ഷിഫലി അൻ ബസരി, എൻ്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു നബിയെ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അഅമ എന്ന വാക്കിന്റെ അർത്ഥം അന്ധൻ, പൂർണ്ണമായി കണ്ണ് കാണാത്ത ആളിനാണ് അഅമ എന്ന പദം പ്രയോഗിക്കുന്നത്. അപ്പൊ വന്നതാരാണ്? പൂർണ്ണമായും കണ്ണിന്റെ കാഴ്ച ശക്തി ഇല്ലാത്ത ഒരാളാണ്. വന്നിട്ട് പറഞ്ഞു, നബിയെ അള്ളാഹുവിനോടൊന്ന് ദുആ ഇറക്കി നബിയെ, എൻ്റെ കണ്ണിന്റെ കാഴ്ചയൊന്ന് എനിക്ക് തിരിച്ചു തരാൻ. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതെ ആ മനുഷ്യനോട് പറഞ്ഞു, എന്താണ്, നിനക്ക് അതിനു വേണ്ടിയാണോ ഞാൻ ദുആ ഇറക്കേണ്ടത്? അതേ നബിയെ, എനിക്ക് തങ്ങളെ ഒന്ന് കാണണം, എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് തങ്ങളെ കാണണം, ഞാൻ തങ്ങളെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നബി എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. വിശാലമായ സമയം ചുരുക്കി പറയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അയാളോട് പറഞ്ഞു, ആദ്യം ഫന്തലിഖ്, നീ പോയിട്ട് ഒരു ഒളു എടുത്തോണ്ട് വന്ന് സുമ്മ സല്ലി റകഅത്തൈനി, പിന്നെ നീ 2 റകഅത്ത് നിസ്കരിക്ക്. പോയി ഒളു എടുത്ത് 2 റകഅത്ത് നിസ്കരിക്ക്. എന്നിട്ട് സുമ്മ ഖുൽ, നീ ഇങ്ങനെ ദുആ ഇറക്കണം. എങ്ങനെ ദുആ ഇറക്കണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മാ യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ഇലാ റബ്ബി ബിക അൻ യക്ഷിഫലി അൻ ബസരി അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ. ഇങ്ങനെ ദുആക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ ദ്വാരക്കാനാണ് പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നടിക്കുന്നു, ബിനബിയ്യി മുഹമ്മദ്, ബിനബിയ്യി, എൻ്റെ പ്രവാചകൻ, മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ മുന്നടിച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, റബ്ബേ, യാ മുഹമ്മദു, എന്നിട്ട് യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ എന്ന ഒരു വിളി കൂടി ആ ദുആയുടെ അകത്ത് തിരികെ കയറ്റി. എന്നിട്ട് പറഞ്ഞു, ഇന്നി അതവജ്ജഹു ഇലാ റബ്ബി ബിക യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ, ഇന്നി അതവജ്ജഹു ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് തങ്ങളെ ഞാൻ മുന്നടിയിക്കുന്നു, തങ്ങളുടെ വജ്ഹ് കൊണ്ട്
ഹക്ക് ജാഹ് വജ്ഹ് കൊണ്ട്, ആ ജാഹ് കൊണ്ട് തങ്ങളെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ മുന്നടിയിക്കുന്നു. ബിക്ക, തങ്ങളെ കൊണ്ട് ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു. എൻ്റെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അന്ധത ബാധിച്ച എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. ആ മനുഷ്യൻ അങ്ങനെ ദുആ ചെയ്തപ്പോ അങ്ങനെ ദുആ ചെയ്ത് മടങ്ങിയപ്പോ വഖദ് കശഫല്ലാഹു അൻ ബസരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല തിരികെ നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച തിരികെ ലഭിക്കുകയാണ്. അപ്പോ ഇത് ആര് പറഞ്ഞു കൊടുത്തതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഡയറക്റ്റ് ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സ്വപ്നത്തിലൊന്നുമല്ല, ഉണർവിൽ നടന്ന സംഭവം ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്രയമാണ്, നമുക്ക് അവലംബമാണ്, നമുക്ക് എല്ലാമാണ്. ഏത് ഘട്ടത്തിലും, ഏത് ആപൽ ഘട്ടത്തിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ആ വിളി കൊണ്ടങ്ങ് തുടങ്ങി, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ. എല്ലാ ക്ഷാമ അവസ്ഥകളിലും അവലംബമാക്കാൻ പറ്റുന്ന നേതാക്കന്മാരുടെ നേതാവായ പൊന്നാര മുത്തുനബിയെ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. എന്തിനാ വന്നത്? അതിനുള്ള മറുപടിയാണ് രണ്ടാമത്തെ ആ വരിയിൽ തന്നെ. രണ്ടാമത്തെ വരിയിൽ പറയുന്നത് ഒറ്റ വരിയാണ്, ഒരു വരി രണ്ട് ഭാഗമായിട്ടല്ലേ. അതിൽ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞു എന്താണ്? അർജൂരിലാക വഅഹ്തമി ബിഹിമാക, അർജൂരിലാക വഅഹ്തമി ബിഹിമാക. ഇവിടൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ പദാനുപദ അർത്ഥം മാത്രം പറയുകയാണ്. ഇത്ര ഞാൻ പ്രയാസപ്പെട്ട് തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? അർജു, ഞാൻ ആഗ്രഹിക്കുന്നു. അർജു ഞാൻ ആഗ്രഹിക്കുന്നു. റിലാക്ക, ഓ തങ്ങളെ, തങ്ങളുടെ തൃപ്തി ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. ആരുടെ തൃപ്തി? തങ്ങളുടെ തൃപ്തി ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. അർജു റിലാക വഅഹ്തമി ബിഹിമാക, തങ്ങളോട് തങ്ങളുടെ സംരക്ഷണം. വഅഹ്തമി ബിഹിമാക, തങ്ങളുടെ സംരക്ഷണം, തങ്ങളുടെ കാവൽ. ഹിമായത്ത് എന്താണ്? കാവൽ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ വന്നത് അർജു, ഞാൻ കൊതിക്കുന്നത് റിലാക്ക, തങ്ങളുടെ തൃപ്തിയാണ്. വഅഹ്തമി ബിഹിമാക, തങ്ങളുടെ കാവൽ ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. എനിക്ക് ആരുടെ കാവൽ കിട്ടണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവൽ എനിക്ക് ലഭിക്കണം. സുബ്ഹാനല്ലാഹ്, എന്ത് ചിന്തനീയമാണ് ഈ ഒരു വരി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വല്ലാത്ത ഒരു വാചകം. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി, വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി ഖബറിൽ കിടക്കുന്ന പൊന്നാര മുത്തു നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുകയാണ്, ഞാൻ ഈ വന്നത് തങ്ങളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി വന്നതാണ്, തങ്ങളുടെ കാവൽ ലഭിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ശിർക്കാണ്, ഇത് കിർക്കാണ് എന്ന് കിർക്കുള്ള ആളുകൾ പറയുമ്പോ അവർക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു വരി എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയില്ലാതെ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്?
പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവൽ ലഭിക്കാതെ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്? നമ്മളൊക്കെ കൊതിക്കുന്നു മരിക്കുന്ന നേരം അല്ലേ, പൊന്നാര മുത്തുനബി തങ്ങളുടെ പൂമുഖം കണ്ടു മരിക്കണം. മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നോട്ടം നമുക്ക് ലഭിക്കണം. നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കണം. അവിടെ തലയ്ക്ക് മീതെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന, കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ ചൂടുകൊണ്ട് പഴുത്ത ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന സമയം ആളുകൾ വിയർപ്പിൽ വയറുവരെ, പൊക്കിളുവരെ, തൊണ്ടവരെ, മൂക്കുവരെ മുഴുവനായി വിയർപ്പിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മുങ്ങി നിൽക്കുന്ന സാഹചര്യം പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ തണലിൽ നിൽക്കാനും ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തിൽ ഒന്ന് പങ്കെടുക്കാനും ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തോടു കൂടി സ്വർഗത്തിലേക്ക് കടക്കാനും ഞാനും നിങ്ങളും കൊതിക്കുന്നു. ഇതല്ലേ മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അതേ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ നമ്മളിങ്ങനെ കൊതിക്കുകയാണ്. മഹാനായ ഇമാമുൽ അഅ്ളം തങ്ങൾ പാടിയത് അങ്ങനെയാണ്. ഇമാമുൽ അഅ്ളം തങ്ങൾ പാടിയത് അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, പരിശുദ്ധമായ ഇപ്രാവശ്യവും ഉംറയ്ക്ക് വന്ന ആളുകൾ ഞാൻ പ്രത്യേകം അവർക്ക് കാണിച്ചു കൊടുത്തു. എന്താണ്? മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പറഞ്ഞൊരു പള്ളി. എവിടെ? പരിശുദ്ധമായ മദീനയിൽ ഖിബ്ലത്തൈനി, രണ്ട് ഖിബ്ലയുള്ള ഒരു പള്ളി. സാധാരണ പള്ളികൾക്ക് എത്ര ഖിബ്ലയാണ്? ഒരു ഖിബ്ല അല്ലേ? എന്നാൽ രണ്ട് ഖിബ്ല, കിഴക്കും ഒരു ഖിബ്ല, പടിഞ്ഞാറും ഒരു ഖിബ്ല. അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാകും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം നിസ്കരിച്ചുകൊണ്ടിരുന്നത് കിഴക്കോട്ട്. അതെവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസാണ്. അതിന്റെ നേരെ എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ച പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൽബിൽ ഒരു ആഗ്രഹം വന്നു, എൻ്റെ ഖിബ്ല ഞാൻ ജനിച്ചു വളർന്ന പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധ കഅബയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര കൊള്ളാമായിരുന്നു എന്ന് പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്തൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുത്തുനബിയെ ആ കിഴക്ക് നിന്ന് തിരിച്ച് നേരെ പടിഞ്ഞാറോട്ട് തിരിച്ചിരുത്തുകയാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. സുബ്ഹാനല്ലാഹ്. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി, തങ്ങളുടെ റിള, ഖിബ്ലതൻ തർളാഹാ, തങ്ങൾക്ക് തൃപ്തിപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തന്നു. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ, ഖിബ്ലയെ തങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു. തങ്ങളുടെ തൃപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ട്, തങ്ങളുടെ പൊരുത്തം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ തങ്ങൾക്ക് വേണ്ടിയിട്ട് അതേ ഖിബ്ലയെ തിരിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നാര മുത്തുനബിയുടെ തൃപ്തി ആഗ്രഹിക്കുകയാണ്. അതാണ് ഉറുദുവില് ഒരു 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 വരി ബൈത്ത് അഅല ഹസ്രത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെതാണെന്ന് തോന്നുന്നു. എന്താണ്? ഖുദാ കി റസാ ചാഹതാ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്, ഖുദാ കി റസാ ചാഹതാ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഹുദാ കി റസ, അല്ലാഹു ഹുദ, അല്ലാഹുവിൻ്റെ ആ റസ, റിളയാണ്, അല്ലാഹുവിൻ്റെ തൃപ്തിയാണ് ഇരു ലോകവും ആഗ്രഹിക്കുന്നതെങ്കിൽ ഹുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്, അല്ലാഹു തആല ആഗ്രഹിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങളുടെ തൃപ്തിയാണ് അല്ലാഹു തആല ആഗ്രഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്.
ഇരു ലോകത്തിലുമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ഇരു ലോകത്തിൻ്റെ അധിപനായ റബ്ബിന്റെ തൃപ്തിയെ ആഗ്രഹിക്കുമ്പോൾ ഇരു ലോക അധിപനായ അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയെ ആഗ്രഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർജു റിളാക, ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ, ഞാൻ ആഗ്രഹിക്കുന്നു റിളാക, തങ്ങളെ, തങ്ങളുടെ റിള, തങ്ങളുടെ തൃപ്തി, അത് ഞാൻ ആഗ്രഹിക്കുന്നു. വഅഹ്തമി ബിഹിമാക, വഅഹ്തമി, ഞാൻ കാവൽ ചോദിക്കുന്നു, ബിഹിമാക, തങ്ങളുടെ കാവൽ, തങ്ങളുടെ സംരക്ഷണം, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു വിളിക്കുകയാണ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നപ്പോ മനസ്സ് സന്തോഷിക്കുന്നുണ്ട്, നമ്മൾ ആഹ്ലാദിക്കുന്നുണ്ട്, വീടുകൾ അലങ്കരിക്കുന്നുണ്ട്, മക്കളുമാര് നമ്മുടെ മദ്രസയിലെ കലാപരിപാടികൾക്ക് പാടാൻ, പൊന്നാര മുത്തു നബിയുടെ മദ്ഹ് പാടാൻ അതേ വല്ലാണ്ട് വെമ്പൽ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദഫ് പഠിക്കുന്നു, എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, വീടുകളിൽ മൗലിദുകൾ പാരായണം ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് ഈ ഒരു വരി ബൈത്തിന്റെ അതേ ആശയത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അതേ മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നു, കുൽ, തങ്ങളെ, തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു മുത്തുനബിയോട് പറയുകയാണ്. കുൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തങ്ങളെ, തങ്ങൾ പറയുക. ആര് പറയുകയാണ്? അള്ളാഹു പറയുകയാണ്. ആരോട് പറഞ്ഞു? മുത്തുനബിയോട് പറഞ്ഞു. ആരോട് പറയാൻ പറഞ്ഞു? ജനങ്ങളോട് പറയാൻ പറഞ്ഞു. ഏതാണ് ജനങ്ങൾ? ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളോട് പറയാൻ പറഞ്ഞു. എന്താണ് പറയാൻ പറഞ്ഞത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, എന്നെ നിങ്ങളൊന്ന് അനുസരിക്കണേ, എന്നെ നിങ്ങളൊന്ന് പൂർണ്ണമായി ഫോളോ അപ്പ് ചെയ്യണേ, എന്നെ നിങ്ങളൊന്ന് പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യണേ. ഫത്തബിഊനി, എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് പിൻപറ്റണേ. യുഹിബ്ബുകുമുല്ലാഹ്, എന്നാൽ അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടം വെക്കുന്നതാണ്. അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടം വെക്കുന്നതാണ്. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നബിയെ, തങ്ങള് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. നബിയെ, എന്താണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ്? ആ മെസ്സേജ് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണോ? ഇഷ്ടം വെക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ അനുസരിക്കുക. എന്നെ അനുസരിക്കാതെ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂല. എന്നെ പിൻപറ്റാതെ, എന്റെ പൊരുത്തം നിങ്ങൾ കരസ്ഥമാക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയൂല. എന്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കാതെ അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയൂല. എന്നെ നിങ്ങൾ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യാതെ, പിൻപറ്റാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കൂല. അപ്പോ ഇത് ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് ഈ ആയത്തിൽ വേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ, ഒരു യൂട്യൂബിലാണെന്ന് തോന്നുന്ന ഒരു വീഡിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വല്ലാണ്ട് പറഞ്ഞ്, ഇന്ന് അങ്ങനെയാണല്ലോ, അഭിനയമാണ്.
അഭിനയം പാടില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞു. ഇപ്പോ നമ്മൾ മദ്ഹിന്റെ വീഡിയോ എടുത്തു നോക്കും, കംപ്ലീറ്റ് അഭിനയങ്ങളാണ്. ഏതെങ്കിലും കടലിന്റെ സൈഡിൽ പോയി കൈയും കാലും ഒക്കെ പൊക്കി വല്ലാത്ത അഭിനയത്തിൽ ഇങ്ങനെ പാട്ടുപാടുന്ന ഗായകന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അഭിനയിച്ചു കൊണ്ട് പാടുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു ഞാൻ, എനിക്ക് മദീനയിലേക്ക് എത്തണം, ഞാനിനി എപ്പോഴാ മദീനയിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പാടുകയാണ്. ഞാൻ നോക്കി, സുബ്ഹാനല്ലാഹ്, അയാളുടെ മീശ കൊണ്ട് അയാളുടെ ചുണ്ടും വായയും ഒന്നും കാണാൻ കഴിയുന്നില്ല. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മീശ നിങ്ങൾ ചുണ്ടിന്റെ നിറം കാണുന്നത് വരെ മീശ നിങ്ങൾ വെട്ടി ഒതുക്കണം. ആ ചുണ്ടിനെ കവർ ചെയ്ത് മീശ ഇറക്കി വിടാൻ പാടില്ല. അപ്പം പൊന്നാര മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഒരാള് മുത്തുനബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യണ്ടേ, മുത്തുനബി തങ്ങളെ പിൻപറ്റണ്ടേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണ്ടേ. എന്താ മുത്തുനബി തങ്ങളുടെ ചര്യ? മീശ വെട്ടിക്കൊടുക്കണം. അത് ചുണ്ടിന്റെ വെളിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ, ചുണ്ട് മറയുന്ന രീതിയിൽ വെളിയിലേക്ക് ഇറങ്ങിക്കിടക്കാൻ പാടില്ല. മീശ വെട്ടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചര്യയായി, അവിടുന്ന് സുന്നത്തായി പ്രഖ്യാപിച്ചു. ആ സുന്നത്ത് പോലും പാലിക്കാതെയാണ് ഈ ചങ്ങാതി എനിക്ക് മദീനയിലെത്തണം, ഞാൻ വല്ലാതെ ഇഷ്ടം വയ്ക്കുന്നു, ഞാനൊരു ആശിഖാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പാടുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണം, ഞാനിപ്പോൾ ചിന്തിക്കണം, എനിക്ക് അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? ഉണ്ട് എങ്കിൽ ഞാൻ എന്തു വേണം? എൻ്റെ ജീവിതത്തിൽ ഇത്തിബാഅ്, പൊന്നാര മുത്തുനബി തങ്ങളെ പൂർണ്ണമായി ഞാൻ പിൻപറ്റണം. എൻ്റെ വാക്കിലും എൻ്റെ പ്രവൃത്തിയിലും, എൻ്റെ ഡ്രസ്സ്, എൻ്റെ വേഷവിധാനത്തിൽ, ആളുകളുമായിട്ടുള്ള ഇടപെടലിൽ, എല്ലാത്തിലും എൻ്റെ മുഴുവൻ ഹറക്കാത്ത് സക്കനാത്തുകളിൽ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ഇത്തിബാഅ്, സുന്നത്ത്, അതേ പിൻപറ്റൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു, ഒരിക്കൽ പോലും മുത്തുനബി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല, എന്തേ അനസേ നീ അങ്ങനെ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തേ അനസേ നീ ഇങ്ങനെ ചെയ്തു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്തേ കാരണം? അനസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% അതിനപ്പുറത്തും മുത്തുനബി തങ്ങളെ പൂർണ്ണമായി പിൻപറ്റി ജീവിച്ചത് കൊണ്ടാണ്. നമ്മളോട് നമ്മുടെ ജീവിതം അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്കൊന്ന് എടുത്തു വെച്ചാൽ, ഒന്ന് സങ്കല്പിക്കുക, എൻ്റെ ജീവിതം ഞാൻ മുഴുവനായിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചാൽ അള്ളാന്റെ റസൂലിന് ചോദിക്കാൻ ഉണ്ടാകുമോ, എന്തേ നീ അങ്ങനെ ചെയ്തു, എന്തേ നീ അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കാൻ ഉണ്ടാകുമോ? ഇല്ലേ? ഉണ്ടാകും. എങ്കിൽ നമ്മളുടെ സ്നേഹം സ്നേഹമല്ല, നമ്മളുടെ സ്നേഹമല്ല. ആ സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആ പൂർണ്ണമായ ഇത്തിബാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വരികളിലൊക്കെ വിശദീകരണങ്ങളില്ലാതെ വേഗം നമുക്ക് പറഞ്ഞു തീർത്തെങ്കിലേ ഇൻഷാ അല്ലാഹ് ഖസീദത്തുൻ നുഅ്മാനിയ പൂർണ്ണമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ, അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബിഹഖി സയ്യിദിനാ വ നബിയിനാ